പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം വളരെ എളുപ്പം എങ്ങനെ ഉണ്ടാക്കാവുന്നത് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നല്ല പച്ച പാവയ്ക്ക കുരുവൊന്നും കളയാതെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ വേഗം തന്നെ എങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കൊണ്ടാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ ഉള്ള ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല, കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ ഇനിയും എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി എല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. സാധാരണ കുക്കിംഗ് ഓയിൽ മതി. ഇനിയും വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാവേ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പാവയ്ക്കയ്ക്ക് നല്ല കയ്പുള്ള പാവയ്ക്കാണ്. കണ്ടോ, ഈ പാവയ്ക്കയുടെ കളറ് കണ്ടാൽ തന്നെ അറിയത്തില്ല, നല്ല കയ്പുള്ള പാവയ്ക്കയാണ്. ഇത് നമ്മൾ കുരു ഒന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് വട്ടത്തി അങ്ങ് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. കുരു ഒന്നും കളയാതെ തന്നെ അങ്ങനെ എടുത്തിരിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുകയാണ്. ഈ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതുണ്ടാവും ഇങ്ങനെ. എന്നിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളമായി, 1.5 മണിക്കൂറായി ഇത് ഉപ്പ് വരട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ കയ്പില്ലേ, കയ്പ് തന്നെ ഇങ്ങനെ ഊർന്നിങ്ങ് പോരും. അപ്പം നമ്മുടെ പാവയ്ക്കയുടെ അത്യാവശ്യം കയ്പൊക്കെ അങ്ങ് പോകും. മാത്രമല്ല നമുക്ക് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുക്കാനും ഒന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ എണ്ണ ഇനി ചൂടായെങ്കിൽ നമുക്ക് അതിലേക്ക് ഓരോ പീസുകൾ ഇട്ട് വറുത്തെടുക്കാം. അപ്പം നല്ല എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഇത് ഉണങ്ങിയതല്ലാത്തത് കൊണ്ട് അത്യാവശ്യം എണ്ണ ഈ വെള്ളമയം കാണുമല്ലോ അത് കാരണം പാവയ്ക്കല്ല. അപ്പം ഇടുമ്പോൾ സൂക്ഷിച്ചോണം, ബാക്കി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എണ്ണ ആയി വരുന്നു. അപ്പം നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. അപ്പം നല്ല ഫ്രൈ ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തിരിച്ച് മറിച്ചും ആകുമ്പോഴത്തേക്കിനും 2 സൈഡ് ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇത് അരിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റ് ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കെല്ലാം ഒരേപോലെ നല്ല മൂത്ത് ഒരുപോലെ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കോരി മാറ്റിയിട്ട് നമ്മുടെ ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒറ്റ തവണ തന്നെ വറുത്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി കോരി മാറ്റി. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്, ഏകദേശം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കാര്യം നമ്മൾ ആദ്യം വലിയ കനത്തിലല്ലല്ലോ നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കാരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. നല്ല സ്ഫോടനം സംഭവിക്കും, ശ്രദ്ധിച്ചോണം. അപ്പം നമ്മളിത് തിളച്ച എണ്ണ കിടക്കുമ്പോണ്ടല്ലോ ആ നല്ല കയ്പിൻ്റെ ആ ഒരു മണം. ഇത് നല്ല അടിപൊളി നാടൻ പാവയ്ക്കയാണ്, അതുകൊണ്ടാണ് ഇത്രയും കയ്പും നല്ല പച്ച കളറും. അതെ, അതൊരു കാര്യമാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അധികം വലിപ്പമൊന്നും വെക്കത്തില്ല ഈ പാവയ്ക്കയ്ക്ക്, ഒരു ചെറിയ മീഡിയം വലിപ്പമേ ഉള്ളൂ. പക്ഷെ അതല്ല അസാധ്യ കയ്പാണ്, പക്ഷെ കാണാനും നല്ല ഭംഗിയാണ്. കയ്പാണെങ്കിലും നമുക്ക് ഒരു ടേസ്റ്റുള്ള കയ്പാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോഴേ നമ്മുടെ പാവയ്ക്ക എല്ലാം നല്ല അടിപൊളിയായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സംഭവം വറുത്തെടുക്കാം. ഇത് നമ്മുടെ സവോള നമ്മളൊരു മീഡിയം വലിപ്പമുള്ളത് നമ്മുടെ ചെറിയ ഇതുണ്ടാകും, അത്യാവശ്യം ചെറിയ ഇതായിട്ട് നമ്മൾ വറുത്ത് ഒരു ചെറുതായിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ പാവയ്ക്കയ്ക്ക് ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, അപ്പം ഒരുപാട് ഉപ്പ് കൂടാതെ നോക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട്, എണ്ണ നല്ല ചൂടാണ്. അതെ, ഇത് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം ഇതിന് വെള്ളത്തിന്റെ അംശം നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. തിരക്കാൻ സാധ്യത
ആദ്യത്തെ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകുന്നത് അത് കിട്ടും. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ആയതുകൊണ്ടേ വറുത്ത് അത് ഇതായി കഴിയുമ്പോഴത്തേനെ അതിന്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പൊ ഇതുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. ഒരു അധിക സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ പാവയ്ക്ക വറക്കുന്ന അത്ര ടൈം എടുക്കത്തില്ല. ഒരു ചെറുതായിട്ടല്ല നമ്മൾ അരിഞ്ഞ് വെച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി വരും. പക്ഷെ നല്ല ക്രിസ്പി ആയിരിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സവോളയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇത് കോരി വെക്കാം. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാരി കാണാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഇരുന്ന് പിന്നെയും അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം പെട്ടെന്ന് ഇനി കൂടിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെയും സവോളയുടെയും പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൊപ്രയാണ്. നമുക്കിവിടെ മാർക്കറ്റിൽ കൊപ്രയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കൊപ്ര നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3-4 വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം കാണുമല്ലോ. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും സംഭവം കൊപ്രയായിട്ട് തന്നെ. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് മുളക് വറുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കൊപ്ര വറുത്തെടുക്കാം. തേങ്ങാക്കൊത്താണെങ്കിലും കുഴപ്പമില്ല, പിന്നെ പ്രശ്നമില്ല. പിന്നെ കൊപ്ര വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങ വറക്കുന്ന അത്ര ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ ആയി വരും. ഓൾറെഡി അതിന്റെ വെള്ളം എല്ലാം പോയതല്ലേ, പെട്ടെന്ന് റെഡിയായി വരും. ജസ്റ്റ് ഒന്ന് ഇടുക, കോരി എടുക്കുക, അത്ര താമസം. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആവുന്ന ഒരു പരിപാടിയാണ്. കൊപ്രായ അല്ലെങ്കിൽ തേങ്ങായ വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് അത് നമുക്ക് ബാലൻസ് ചെയ്യാനും പറ്റും. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിലും തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ ഈ വറുത്ത് കഴിഞ്ഞാല്. ഒരു പ്രത്യേക ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റ്. അത് വറക്കുമ്പോ വരുന്ന ഒരു മണമില്ലോ, അത് പറഞ്ഞറിയിക്കേണ്ടി വരും. നല്ല അടിപൊളിയാണ്, അത് അടിപൊളി ടേസ്റ്റ്, മണം തന്നെ വലിയൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്ത് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൊപ്ര റെഡി ആയിട്ടുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അധികം സമയമൊന്നും എടുത്തില്ല, 1 മിനിറ്റ് പോലും എടുത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മള് ഏറ്റവും എളുപ്പം റെഡിയായി വന്നത്. പക്ഷെ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് ആകത്തില്ല. അപ്പൊ ഇത് ഏത് വറക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതെ, പാവയ്ക്ക ഇടുമ്പോട്ടല്ലോ നമ്മൾ ആ ഇതല്ലേ പച്ചയല്ലേ, അപ്പൊ അത് കാരണം ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൂടെ വെക്കണം. എന്നിട്ട് പിന്നെ അങ്ങ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിലുണ്ടല്ലോ അതിന്റെ എണ്ണ അങ്ങ് തണുത്തു പോകും. നമ്മുടെ വറ്റൽമുളക് വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഒന്ന് മുറിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന്റെ ടേസ്റ്റും എല്ലാം ഇതിന്റെ ഇറങ്ങി. ഇപ്പൊ ഇത് ഇടുമ്പോ നമ്മള് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മള്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുളക് നമ്മൾ ചിലപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് വീഴുമ്പോഴത്തേക്ക് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതെ, ഇച്ചിരി മാറി നിന്ന് ആ ഒരു പൊട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് മുറിച്ചിടുന്നത്. അപ്പൊ അത് നമ്മൾ ഈ കടുക് പൊട്ടിക്കുമ്പോഴാണെങ്കിൽ എല്ലാത്തിലും ആ മുളകൊന്ന് മുറിച്ചിടാനൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണയൊക്കെ തെറിച്ച് മേറ്റ് വീഴുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതും അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 സെക്കൻഡ് കൊണ്ട് സംഭവം ഒന്ന് ഇളക്കി കൊടുക്കുക, അത് നമുക്ക് കോരാനുള്ള ഇതാവും. ഒരു ചെറിയൊരു കളർ വേരിയേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം. കറിവേപ്പില ഇതിപ്പോ നമ്മള് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു ഡെക്കറേറ്റ് ചെയ്യാനും ടേസ്റ്റും എല്ലാം കൂടെ ആവും. പക്ഷെ അത് തീ ഓഫ് ചെയ്തിട്ട് ഇടുന്നേ ആണ്. അധികം ചൂടൊന്നും വേണ്ട എണ്ണയ്ക്ക്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടായിട്ടെങ്കിൽ പോലും ആ എണ്ണയുടെ ചൂടില് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ വെള്ളമയം നല്ലപോലെ പോകണം, അത്ര മതി. വെള്ളമയം നന്നായിട്ട് പോയാൽ മതി. ഒത്തിരി അത് കരിഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റൈലിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് കടിച്ച് തിന്നുക കൂടെ വേണം. അപ്പൊ അത് കാരണം നമുക്ക് ആ ഒരു വെള്ളമയം ഇതൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോരി എടുക്കാം. ഈ സംഭവം ഉണ്ടല്ലോ
നമ്മൾ ഒരു ദിവസമല്ല, ഇത് കുറച്ച് ദിവസം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് ഇത് ഇരിക്കും. ചീത്തയായി പോകുന്ന സമയം കിട്ടുമ്പോഴേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കൂടുതൽ ദിവസം ഇരിക്കുന്നൊരു സംഭവം. അതുകൊണ്ട് നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം എന്നില്ല. ഇത് മിക്സ് ചെയ്യാതെ ഓരോന്നിലായിട്ട് വറുത്ത് വെച്ചാലും ഉണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. മിക്സ് ചെയ്ത് വെക്കുമ്പം തേങ്ങയും കൂടെ ഉള്ളപ്പം ചിലപ്പോൾ അതിന്റെ ദിവസം വെള്ളമയം ഒട്ടും പാടില്ല. ഏത് സാധനം ഇപ്പൊ നമ്മൾ അച്ചാറാണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും കൊള്ളാം, നമ്മൾ കൂടുതൽ ദിവസം വെക്കുന്നതിൻ്റെ അകത്ത് ഒരിക്കലും വെള്ളമയം വരാൻ പാടില്ല. അപ്പൊ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ സംഭവം എല്ലാം നല്ല വറുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കാം. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുഴിവൊക്കെ ഉള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തൊന്നിങ്ങനെ ടക്കടക്കേന്നൊന്ന് വെച്ചാൽ മതി. ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ രുചി എന്താണെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പൊ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ആ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്നൊരു കറിവേപ്പിലയോടെ എടുത്തൊന്ന് ചേച്ചിയാവുക. അടിപൊളി കറിവേപ്പില സെറ്റായി. നമ്മുടെ കൊപ്ര അടിപൊളി. എന്ത് ടേസ്റ്റാണ് കൊപ്ര അടിക്കുമ്പം. അപ്പോൾ ഉണ്ടല്ലോ ആ പാവയ്ക്കയുടെ ആ ഒരു കയ്പില്ലേ, ആ രുചി അങ്ങ് മാറും. അപ്പം അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൊപ്ര ഇടാൻ മറക്കല്ല. പിന്നെ നമ്മുടെ ഉള്ളി അടിപൊളി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ റെസിപ്പി ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് ചോറുണ്ണാനായിട്ട് വളരെയധികം നല്ലൊരു കൂട്ടാനായിരിക്കും ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻസ് ആയിട്ട് ഇടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഇല്ലേ അതൊക്കെ ഒന്ന് ഓൺ ചെയ്യണേ. അപ്പം നമ്മുടെ തുടർന്നും എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ചെറിയൊരു അസൗകര്യം വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വയ്യാഴിക വന്നിടയ്ക്ക്, അതുകൊണ്ടാണ്. ഇതുവരെ തന്ന നമ്മുടെ വീഡിയോസൊക്കെ ഇല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.